നമസ്കാരം. GPF-ലെ കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യാൻ വേണ്ടിയായി വീഡിയോ ചെയ്യുന്നത്. ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ടിൽ സർക്കാർ ജീവനക്കാരുടെ, കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരുടെ GPF ആണ് വിഷയം. നമുക്കിതിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ PF എടുത്തതിന് ശേഷം GPF-ൽ ടെമ്പററി അഡ്വാൻസ് TA എടുത്തതിന് ശേഷം അത് ഒന്നിച്ച് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഒന്നിച്ച് തിരിച്ചടയ്ക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ TA എടുത്ത് ടെമ്പററി അഡ്വാൻസ് ലോൺ എടുത്തതിന് ശേഷം 2 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാം. നമ്മൾ ചിലപ്പോൾ 24, 36 ഒക്കെ ഇൻസ്റ്റാൾമെൻറ്റിലായിരിക്കുമല്ലോ ലോൺ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ, അതായത് 8009 01 101 99 എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ, ഒരിക്കൽ കൂടി പറയാം, 8009-01-101-101 എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ TR 104 ഷെഡ്യൂളിൽ ചെലാൻ വെച്ച് ട്രഷറിയിൽ ഇത് അടയ്ക്കാം. ചെലാൻ എന്ന് പറയുന്നത്, ചെലാനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? പേരുണ്ടായിരിക്കണം, പെൻ നമ്പർ ഉണ്ടായിരിക്കണം, PF അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. പേര്, പെൻ നമ്പർ, PF അക്കൗണ്ട് നമ്പർ, സ്ഥാപനത്തിൻ്റെ പേരും കൂടി ആയിക്കോട്ടെ. ഇതൊക്കെ വെച്ച് നമ്മൾ ക്യാഷ് പൂർണ്ണമായും മുഴുവനായും ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മുഴുവനായും അടച്ചതിന് ശേഷം അതിൻ്റെ ചെലാൻ കോപ്പിയും ഒരു കവറിംഗ് ലെറ്റർ സഹിതം, ഇപ്പം നമ്മൾ അടച്ച പണം, പൂർണ്ണമായും പണം അടച്ച ചെലാൻ കോപ്പിയും കവറിംഗ് ലെറ്റർ സഹിതം സ്പാർക്ക് AG-യിലേക്ക് ഇമെയിൽ ചെയ്യാം. സ്പാർക്ക് AG-യിലേക്ക് ഇമെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഈ ഇൻസ്റ്റാൾമെൻറ്റ് കട്ട് ചെയ്ത് പോയിക്കോളും. ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ, അതിപ്പോൾ TA കൺവേർഷനിലായാലും ഒക്കെ പറയുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഇപ്പം ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് AG-ക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അതേപോലെ TA കൺവേർഷൻ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു പോവില്ല. ചിലപ്പോൾ ഈ അടുത്ത മാസത്തിനുള്ളിൽ ഇത് സാങ്ഷനായി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, 1 ഇൻസ്റ്റാൾമെൻറ്റോ 2 ഇൻസ്റ്റാൾമെൻറ്റോ കൂടി നമ്മൾ അടച്ചു പോവില്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പം ഞാൻ പറയുന്നത് അതൊരു വിഷയമാണ്. ഈ അടച്ചു പോയാൽ, ഇപ്പോൾ ഒരു 6000 രൂപ അടച്ചു പോയാലും അത് നമ്മളുടെ തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ PF-ൽ. അപ്പോൾ അതൊരു വിഷയമേ അല്ല. നമ്മളുടെ അക്കൗണ്ടിൽ ആ ക്യാഷ് ക്രെഡിറ്റ് ആയി കിടക്കും. അപ്പോൾ അടുത്ത ലോൺ എടുക്കുമ്പോൾ നമുക്കത് ശരിയാക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ GPF അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ അതൊരു വിഷയമേ അല്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ GPF-ൻ്റെ ടെമ്പററി അഡ്വാൻസ് ബൾക്കായിട്ട്, ടോട്ടലായിട്ട്, മൊത്തത്തിൽ ഒരുമിച്ച് അടയ്ക്കുന്ന രീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 2 അടവിന് ശേഷമാണ് ഈ പ്രോസസ്സ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഇനി നമ്മൾ TA ടെമ്പററി അഡ്വാൻസ് NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ചെയ്യാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു ലോൺ എടുത്തു, ടെമ്പററി അഡ്വാൻസ് എടുത്തു. ആ അഡ്വാൻസ് എടുത്ത് ഇപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, അതായത് ടെമ്പററി അഡ്വാൻസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ടു ബി പെയ്ഡ് എത്രയാണെന്ന് വെച്ചാൽ ഒരു 4.5 ലക്ഷം രൂപയുണ്ട്. ആ 4.5 ലക്ഷം രൂപ നമുക്ക് NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അറിയാലോ, ഞാനതിൻ്റെ തിയറിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ NRI ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് NRI തന്നെയാണ് ശരിക്കും. TA കൺവേർഷൻ ടു NRI എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ടൈപ്പ് ഓഫ് NRI തന്നെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ TA NRI ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ NRIയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ NRIയുടെ കണ്ടീഷൻ എന്താ? മിനിമം 10 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ആ സർവീസിൽ പ്രവേശിച്ച തീയതി മുതൽ 10 വർഷം കണക്കാക്കിയാൽ മതി. അവിടെ LWO ബ്രേക്കോ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യേണ്ടതില്ല. അത് നമ്മൾ ഓർമ്മിക്കണം. നമുക്ക് മിനിമം 10 years ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സർവീസിൽ കയറിയതിന് ശേഷം നമ്മൾ LWO എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ LWO വിത്തൗട്ട് MC എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ചില സർവീസ് ബ്രേക്കുകൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സർവീസിൽ കയറിയതു മുതൽ 10 വർഷത്തെ സർവീസ് ഉണ്ടായാൽ നമുക്ക് NRIക്ക് അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ റിട്ടയർ ചെയ്യാൻ
10 വർഷമേ ബാക്കിയുള്ളൂ എങ്കിലും നമുക്ക് NRA അപ്ലൈ ചെയ്യാം. അപ്പോൾ 10 സർവീസ് 10 അല്ല റിട്ടയർ ചെയ്യാൻ 10 വർഷം. ഇനി ഇതിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ NRA അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടെമ്പററി അഡ്വാൻസ് NRA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ കാര്യത്തിൽ PTCM പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയലുകാരുടെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. അവർക്ക് 15 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. റിട്ടയർ ചെയ്യാൻ 10 വർഷം ഒക്കെ അത് മതി. പക്ഷെ PTCMന് 15 വർഷത്തെ സർവീസ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി TA കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ 2 തിരിച്ചടവ്, TA-യിൽ 2 തിരിച്ചടവിന് ശേഷമാണ് നമ്മൾ TA NRA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കൊടുക്കേണ്ടത്. അപ്പോൾ 2 അടവിന് ശേഷം നമ്മളുടെ കൺസോളിഡേറ്റഡ് ലോൺ ബാലൻസ് എത്രയാണോ അത്രയും എമൗണ്ടിന് നമ്മൾ എന്തിനു കൊടുക്കാം? NRA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്ത് AG ഓതറൈസേഷൻ തരും നമുക്കെന്നുള്ളതാണ്. നമ്മൾ ഇതിന് വേറെ നമ്മൾ ഹയർ ഓഫീസിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു TA NRA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് NRA. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പാർക്ക് വഴി ഓൺലൈനായിട്ട് AGക്ക് അയച്ചാൽ മതി. GPF-ന്റെ AGക്ക് അയച്ചു കഴിയുമ്പോൾ അത് DDOയ്ക്ക് തന്നെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. NRA DDO ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്ന DDO മേലെ ഓഫീസിലേക്ക് പോകണ്ട NRAക്ക്. അതുകൊണ്ട് ഈ TA NRA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും AGയിലേക്ക് അയക്കുന്നത് അപ്രൂവ് ചെയ്യാൻ നമ്മുടെ DDOയ്ക്ക് അധികാരമുണ്ട്. AG പാസ്സാക്കിയതിന് ശേഷം സാങ്ഷൻ ഓർഡർ ലഭിക്കുന്നവരെ റിക്കവറി നടത്തണം. അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം. നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു, AGക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് AG പാസ്സാക്കി സാങ്ഷൻ ഓർഡർ ലഭിക്കുന്നത് വരെ നമ്മൾ റിക്കവറി നടത്തണം. ഇനി പാസ്സായാൽ നമ്മളിപ്പോൾ TA NRA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്ലിക്കേഷൻ AGക്ക് ഫോർവേഡ് ചെയ്തു. അത് പാസ്സാക്കി കഴിഞ്ഞാൽ AG തന്നെ സ്പാർക്കിൽ റിക്കവറി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. DDO ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഇത് AG തന്നെ സ്പാർക്കിൽ റിക്കവറി സ്റ്റോപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പം DDOയ്ക്ക് അക്കാര്യത്തിൽ ഒരു പണിയില്ല. മറ്റേ നേരത്തെ പറഞ്ഞതുമാതിരി DDO ചെല്ലാൻ വെച്ച കവർ ലെറ്റർ വെച്ച് അയക്കണമെന്ന് അത്തരത്തിലുള്ള യാതൊരു പ്രൊസീഡിങ്സും ഇക്കാര്യത്തിൽ ഇല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കാം. ഇനി AG സാങ്ഷനിൻ്റെ പ്രിൻ്റ് ഔട്ട് KSCMB പോർട്ടലിൽ, KSCMB പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ എല്ലാവർക്കും അറിയാം. ആ പോർട്ടലിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് ഔട്ട് ലഭിക്കും. സ്പാർക്കിൽ DDO ലോഗിനിൽ അക്കൗണ്ട്സ് വ്യൂ PF സാങ്ഷൻ ഓർഡർ ഫ്രം AG എന്ന ഓപ്ഷൻ വഴി അത് പാസ്സായോ എന്ന് അറിയാം. ഇത്രയാണ് അതിനെ സംബന്ധിച്ച് പറയും. ഇതിൽ നാം സ്പാർക്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നില്ല. പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് തിയറി പറയുന്നവർ കുറവാണ്. പറയാതെ അവർ സ്പാർക്കിൽ എങ്ങനെ TA എങ്ങനെ NRA ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ എങ്ങനെ ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ NRA എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈവ് വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് TA ഒരു TA കൺവേർഷൻ, NRA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സാധാരണ ഇതെന്ന് പറയുന്നു. ഇനി TA കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു TA കൺവേർട്ട് ചെയ്ത് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ആ സാങ്ഷൻ ആയത് മുതൽ അടുത്ത NRAക്ക് 3 മാസം കഴിയണം. അത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. അടുത്ത NRAക്ക് 3 മാസം കഴിയണം. TA കൺവേർട്ട് ചെയ്തതിന് ശേഷം അടുത്ത NRA നമുക്ക് എടുക്കണമെങ്കിൽ 3 മാസം കഴിയണം. ഇനി TA കൺവേർട്ട് ചെയ്തതിന് ശേഷം അതേ പർപ്പസിന് നമ്മളിപ്പോൾ ഒരു TA എടുത്തിട്ടുണ്ടാവും, നേരത്തെ ലാസ്റ്റ് എടുത്ത TA ആണെന്ന് പറയാം. അതേ പർപ്പസിന് TA എടുക്കാൻ 4 മാസം കഴിയണം. TA കൺവേർട്ട് ചെയ്തതിന് ശേഷം സെയിം പർപ്പസിന് TA എടുക്കാൻ 4 മാസം കഴിയണം. എന്നാൽ മറ്റൊരു പർപ്പസിന് കൺവേർട്ട് ചെയ്താൽ ഉടൻ മറ്റൊരു പർപ്പസിന് നമുക്ക് TA എടുക്കാമെന്നാണ് റൂള് പറയുന്നത്. ഒരിക്കൽ കൂടി ആ റൂൾസിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമുക്കറിയാം TA എന്ന് പറയുന്നത് GPF TA എന്ന് പറയുന്നത് എൻകാഷ് ചെയ്ത ഡേറ്റ് മുതൽ 6 മാസമാണ്
അടുത്ത TA എടുക്കാനുള്ള കാലാവധി. നമുക്കറിയാം മിനിമം 12 ഇൻസ്റ്റാൾമെൻറ്റോ മാക്സിമം 36 ഇൻസ്റ്റാൾമെൻറ്റോ ആയിട്ടാണ് നമ്മൾ GPF ടെമ്പററി അഡ്വാൻസ് എടുക്കാറുള്ളത്. ഇനി TA മുതൽ TA ടു NRI, ഒരു TA എടുത്തതിന് ശേഷം അടുത്ത NRI എടുക്കാൻ, അതായത് TA എൻകാഷ് ചെയ്തതിന് ശേഷം അടുത്ത NRI എടുക്കാൻ നമുക്ക് 6 മാസം കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒരു NRI ടു നെക്സ്റ്റ് NRI, ഒരു NRI എടുത്തതിന് ശേഷം അടുത്ത NRI എടുക്കാൻ 3 മാസം കഴിയണം. ഇതെല്ലാം പിന്നെ ഉള്ളത് NRI എടുത്തതിന് ശേഷം ഒരു ടെമ്പററി അഡ്വാൻസ് എടുക്കാൻ, ഒരു NRI എടുത്തതിന് ശേഷം ഒരു ടെമ്പററി അഡ്വാൻസ് എടുക്കാൻ 4 മാസവും കഴിയണം. ഇത് NRIയുടെ കാര്യം, കൺവേർഷൻ്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞ. കൺവേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെയൊക്കെ കഴിയണം, 3 മാസം കഴിയണം, 4 മാസം കഴിയണം, 2 കഴിയണം എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഇതിലൊക്കെ ബാലൻസഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിലേ ഈ ലോണൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം DDOയ്ക്ക് ഒരു NRI എത്ര ശതമാനം പാസ്സാക്കാം? നമ്മുടെ ബാലൻസഡ് ക്രെഡിറ്റിൻ്റെ 75% DDOയ്ക്ക് പാസ്സാക്കാം, അപ്രൂവ് ചെയ്യാം. ബാലൻസഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ കൊല്ലത്തെ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ടും നിലവിൽ അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ അടച്ച ഡിപ്പോസിറ്റും പിന്നെ അതും കൂട്ടിയതിന് ശേഷം ഏതെങ്കിലും വിഡ്രോവലിന് പെർമിഷൻ ഇല്ലാത്ത DArier ഉണ്ടെങ്കിൽ ആ DArier മൈനസ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് ശേഷം ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, TA എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി മൈനസിന് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ടാണ് നമ്മൾ ബാലൻസഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സബ്സിക്വൻ്റ് ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എമൗണ്ട് പ്ലസ് സബ്സിക്വൻ്റ് ഡിപ്പോസിറ്റ് മൈനസ് എമൗണ്ട് ഓഫ് ലോൺ ടേക്കൺ ആഫ്റ്റർ ദ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് മൈനസ് DArier നോട്ട് പെർമിസിബിൾ ടു വിഡ്രോ. അതാണ്, വിഡ്രോ ചെയ്യാൻ അനുവാദമില്ലാത്ത DA ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. ഇതെല്ലാം കഴിച്ചു കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബാലൻസഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ ടെമ്പററി പർപ്പസ് നമ്മൾ പറയുമ്പോഴൊക്കെ തന്നെ ഇപ്പം നമ്മൾ കുട്ടികളുടെ മാരേജിനൊക്കെ, വിവാഹത്തിനൊക്കെയാണ് നമ്മൾ പർപ്പസ് പറയുന്നതെങ്കിൽ സാധാരണഗതിയിൽ ആ പർപ്പസിൻ്റെ കൂടെ വിവാഹം എന്ന് പറയുന്ന കാര്യം മാരേജ് ഓഫ് മൈ ഡോട്ടർ, അതിൻ്റെ ഡേറ്റ്, മാസം, വർഷം രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ പഠനാവശ്യത്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നതായിട്ട് കാണിക്കുന്നതെങ്കിൽ അവിടെ ആ പഠനം കോഴ്സ് ഏതാണ്, ആ സ്ഥാപനം ഏതാണ്, ആ പീരീഡ് എത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ വീട് കൺസ്ട്രക്ഷൻ, പിന്നെ റീകൺസ്ട്രക്ഷനും റിപ്പയറും ഒക്കെ ആണെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, അഡീഷൻ, റീകൺസ്ട്രക്ഷൻ, റിപ്പയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ആ നേരത്തെ ഉണ്ടായിരുന്ന വീടിന് ഒരു വീട്ട് നമ്പർ ഉണ്ടാവും. ആ വീട്ട് നമ്പർ, സർവേ നമ്പർ, വാർഡ് നമ്പർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ അതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ അവസാനം നമ്മൾ ഇനി സ്വന്തമായിട്ട് താമസിക്കാൻ, പുതിയതായിട്ട് വീട് വെക്കാൻ ആണ് ആവശ്യമെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് അതിൽ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കണം. നമ്മളത് സാധാരണഗതിയിൽ അങ്ങനെയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ഇൻ എ സൈറ്റ്, ആ സൈറ്റിൽ സർവേ നമ്പർ മറ്റേതൊക്കെ വേണമെങ്കിൽ പറയാം, വിച്ച് ഈസ് ഓൺഡ് ബൈ മീ, അതായത് എൻ്റെ പേരിലാണ് ഈ സ്ഥലം, ഫോർ മൈ ആക്ച്വൽ റെസിഡൻസ് എന്താണ് പൂർണ്ണമായിട്ടുള്ള സെൻറ്റൻസ് ഒരു സത്യപ്രസ്താവനയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ഇൻ എ സൈറ്റ് ഇൻ വാർഡ് നമ്പർ ഇൻ പഞ്ചായത്ത് വിച്ച് ഈസ് ഓൺഡ് ബൈ മീ ഫോർ മൈ ആക്ച്വൽ റെസിഡൻസ്. അത്തരത്തിലൊരു പ്രസ്താവന കൂടി ഈ വീട് വെക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ പ്രത്യേകിച്ച് NRI പോലുള്ള പർപ്പസ് നമ്മൾ എഴുതുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി NRI നമുക്കറിയാം, NRI ഹയർ ഓഫ് നമുക്ക് PF-നൊക്കെ തന്നെ ടെമ്പററി അഡ്വാൻസിന് എമൗണ്ട് ലിമിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ NRIക്ക് ഇത്തരത്തിലുള്ള ഒരു ലിമിറ്റും ഇല്ല. NRIയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ബാലൻസ്ഡ് ക്രെഡിറ്റിൻ്റെ 75% NRI എടുക്കാം നിലവിലുള്ളതിൻ്റെ. ആ NRI എടുക്കാനുള്ള പെർമിഷൻ അത് അപ്രൂവ് ചെയ്യാൻ DDOയ്ക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ DDOയ്ക്ക് അധികാരമുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ പുതിയ NRI എടുക്കുമ്പോൾ നമ്മൾ AGയുടെ ഓതറൈസേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ബില്ല് പ്രോസസ്സ് ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ട് എൻകാഷ് ചെയ്യാൻ കഴിയൂ എന്നാണ്
അതിൽ നിന്നുള്ള ഒരു വ്യത്യാസം. നമുക്ക് സ്കൂളിൽ നിന്ന് NRI പാസ്സാക്കി എടുക്കാമെന്ന് ആരും വിചാരിച്ചാൽ നടക്കില്ല. സ്കൂളിൽ നിന്ന് പാസ്സാക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ NRI എൻകാഷ് ചെയ്യണമെങ്കിൽ AGയുടെ ഓതറൈസേഷൻ നമുക്ക് കിട്ടിയിരിക്കണം, അത് നിർബന്ധമാണ്. ആ കിട്ടിയതിന് ശേഷം മാത്രമേ അപ്രൂവ് ചെയ്യാനുള്ള പെർമിഷൻ DDOയ്ക്ക് ഉണ്ടെങ്കിലും NRI എൻകാഷ് ചെയ്യണമെങ്കിൽ AGയുടെ ഓതറൈസേഷൻ സ്ലിപ്പ് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഇപ്പോൾ ഈ സ്ലാബിലൊക്കെ നിൽക്കുന്ന ലിമിറ്റ്, നമ്മൾ എമൗണ്ട് ഓഫ് ലിമിറ്റ് TA എടുക്കുന്ന ലിമിറ്റ് ഒരു 2017 ശേഷം കാര്യമായിട്ട് മാറിയിട്ടില്ല. ഇപ്പം നമ്മൾ അത് വിദ്യാഭ്യാസ വകുപ്പിലെ ലിമിറ്റ് ഞാനൊന്ന് പറയാം. നമ്മൾ UP സ്കൂളിലെ HMനും AEOയിലെ സീനിയർ സൂപ്രണ്ടിനും ഒക്കെ 1,30,000 വരെ സാങ്ഷൻ ആക്കാനുള്ള പവറാണുള്ളത്. നമ്മൾ NRIയും TA2 NRIയും മാത്രമേ DDOയ്ക്ക് അപ്രൂവ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. TA എടുക്കുമ്പോൾ, ടെമ്പററി അഡ്വാൻസ് എടുക്കുമ്പോൾ എമൗണ്ട് എത്രയാണ് എന്നതിനനുസരിച്ച് സാങ്ഷനിങ് അതോറിറ്റി മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ DOയുടെ PA, ഹൈസ്കൂൾ HM, AEO എന്നിവർക്ക് 2,60,000 വരെയുള്ള എമൗണ്ടുള്ള പേ ഓഫ് ടെമ്പററി അഡ്വാൻസ് പാസ്സാക്കാം. DD ഓഫീസിലെ AA, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, DO, ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് 3,90,000 രൂപ വരെ പാസ്സാക്കാനുള്ള അനുമതിയാണ് ഉള്ളത്. ഇനി DD, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ജോയിന്റ് കമ്മീഷണർ എന്നിവർക്ക് 5,25,000 രൂപ വരെ സാങ്ഷൻ ആക്കാനുള്ള പെർമിഷനുണ്ട്. അതിനു മുകളിൽ 5,25,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഡയറക്ടറാണ് പാസ്സാക്കുക. ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഫിനാൻസ് മാനേജർ, സീനിയർ ഫിനാൻസ് ഓഫീസർ ഓർ DG ഇവരാരെങ്കിലുമാണ് ഇത് സാങ്ഷൻ ചെയ്യുക. അവർക്ക് ലിമിറ്റ് ഇല്ല. 5,25,000 മുകളിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ TA അപ്ലൈ ചെയ്താൽ പാസ്സാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള TA ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മുഖാന്തരമാണ് നമ്മൾ അയക്കേണ്ടത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. തീർച്ചയായിട്ടും GPF-ൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള ചില സംശയങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പല കാര്യങ്ങളും പലർക്കും അറിയുന്നതായിരിക്കാം, എന്നാൽ അറിയാത്തവരും ഉണ്ടാവും. അറിയാത്തവർക്ക് പ്രയോജനപ്പെട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട പ്രയോജനപ്രദമായ കുറേ പേരെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.